നമ്മുടെയെല്ലാം പ്രപഞ്ചപാലകനായ ഭഗവാൻ മഹാവിഷ്ണു ഒരു കൂട്ടം ഹംസങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഓടി വന്ന ഒരു കഥയുണ്ട്. ഭക്തിയുടെ ശക്തിക്ക് മുന്നിൽ ഭഗവാന് പോലും തോൽക്കേണ്ടി വന്ന ആ അത്ഭുത കഥ. സ്വയം മരണത്തിലേക്ക് നടന്നുപോയ ഹംസങ്ങളും അവരെ കാത്ത മഹാവിഷ്ണുവും. പണ്ടൊരു ദേശത്ത് ഒരു മഹാരാജാവ് ജീവിച്ചിരുന്നു. സകല ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തെ ഒരു വലിയ ദുരിതം പിടികൂടി. സഹിക്കാനാവാത്ത ഒരു തലവേദന. തല പൊട്ടിപ്പോകുന്നത് പോലെയുള്ള വേദന കാരണം രാജാവിന് ഉറക്കമില്ലാതായി. ഭക്ഷണത്തോടുള്ള താല്പര്യവും പോയി. രാജ്യത്തിലെ വലിയ വൈദ്യന്മാരും മറ്റുള്ളവരും മാറി മാറി ചികിത്സിച്ചു. പലതരം മരുന്നുകളും ലേപനങ്ങളും പരീക്ഷിച്ചു. പക്ഷേ വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ഒരു വയോധികൻ രാജാവിനെ കാണാനെത്തി. അദ്ദേഹം പറഞ്ഞു, മഹാരാജ, ഈ വേദന മാറ്റാൻ ഒരു വഴിയുണ്ട്. പക്ഷേ അത് വളരെ അപൂർവമായ ഒന്നാണ്. കൈലാസത്തിലെ മാനസ സരോവരത്തിൽ വസിക്കുന്ന ദിവ്യമായ ഹംസങ്ങൾ അവരുടെ ഹൃദയം കൊണ്ട് ഒരു മരുന്നുണ്ടാക്കി നെറ്റിയിൽ പുരട്ടിയാൽ അങ്ങയുടെ തലവേദന മാന്ത്രികമെന്ന പോലെ അപ്രത്യക്ഷമാകും. തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി രാജാവ് ഉടൻ തന്നെ ഭടന്മാരോട് ഉത്തരവിട്ടു. മാനസ സരോവരത്തിൽ പോയി ആ ഹംസങ്ങളെ പിടിച്ചുകൊണ്ട് വരിക. ഭടന്മാർ അവിടെ എത്തിയെങ്കിലും അവരെ കാണുമ്പോൾ തന്നെ ഹംസങ്ങൾ പറന്നകന്നു. സന്യാസിമാരിൽ നിന്നും മഹാത്മാക്കളിൽ നിന്നും മാത്രമേ ആ ഹംസങ്ങൾ ഭക്ഷണം സ്വീകരിക്കാറുള്ളൂ എന്നും കാവ്യവസ്ത്രം ധരിച്ചവരോട് മാത്രമേ അവ സ്നേഹം കാണിക്കാറുള്ളൂ എന്നും ഭടന്മാർ മനസ്സിലാക്കി. അവർ ഒരു ചതിപ്രയോഗം നടത്തി. ഭടന്മാർ കാവ്യവസ്ത്രം ധരിച്ചു, നെറ്റിയിൽ തിലകം ചാർത്തി, മുടി ജടയാക്കി കെട്ടി, കയ്യിൽ ദണ്ഡും പിടിച്ച് നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ട് സന്യാസിമാരെ പോലെ തടാകത്തിനടുത്തേക്ക് ചെന്നു. അവരെ കണ്ടപ്പോൾ ഒരു ഹംസം പറഞ്ഞു, നോക്കൂ, സന്യാസിമാർ വന്നിരിക്കുന്നു, നമുക്ക് അവരെ പോയി വന്ദിക്കാം. എന്നാൽ മറ്റൊരു ഹംസം പറഞ്ഞു, വെഡിത്തം പറയാതെ, ഇവർ സന്യാസിമാരല്ല, നമ്മളെ പിടിക്കാൻ ഇന്നലെ വന്ന അതേ ഭടന്മാരാണിവർ. അവർ വേഷം മാറിയതാണ്, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ആദ്യത്തെ ഹംസം പറഞ്ഞു, അവർ വേഷധാരികളാണെന്നും നമ്മുടെ ജീവൻ അപഹരിക്കാൻ വന്നവരാണെന്നും എനിക്കറിയാം. പക്ഷേ നോക്കൂ, അവർ ധരിച്ചിരിക്കുന്നത് എന്റെ ഭഗവാന് പ്രിയപ്പെട്ട സന്യാസിമാരുടെ വേഷമാണ്. അവരുടെ സ്വഭാവം എന്തുതന്നെ ആയാലും ഈ പവിത്രമായ വേഷത്തെ അപമാനിക്കാൻ എനിക്കാവില്ല. അതിന് എന്റെ ജീവൻ പോയാലും സാരമില്ല. തങ്ങളെ വധിക്കാൻ വന്നവരാണെന്ന് അറിഞ്ഞിട്ടും ആ വേഷത്തോടുള്ള ആദരവ് കാരണം രണ്ട് ഹംസങ്ങളും അവരുടെ മുന്നിൽ ചെന്ന് വണങ്ങി. ഉടൻ തന്നെ ഭടന്മാർ തങ്ങളുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി ഹംസങ്ങളെ വലയിലാക്കി. വൈകുണ്ഠത്തിലിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മാതാ ലക്ഷ്മി ഭഗവാൻ നാരായണനോട് ചോദിച്ചു, സ്വാമി, ഇതൊരു വിഡ്ഢിത്തമല്ലേ? വരാൻ പോകുന്നത് മരണമാണെന്നറിഞ്ഞിട്ടും എന്തിനാണ് അവർ സ്വയം ചെന്ന് കുടുങ്ങിയത്? ഭഗവാൻ നാരായണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദേവി, ഇതൊരു വിഡ്ഢിത്തമല്ല, മറിച്ച് ഭക്തിയാണ്. ആ ഹംസങ്ങൾ സ്നേഹിച്ചത് വ്യക്തികളെയല്ല, മറിച്ച് സന്യാസി വേഷത്തെയും ആ വേഷത്തിന്റെ പവിത്രതയുമാണ്. എന്റെ ഭക്തരുടെ അടയാളങ്ങളെയാണ് അവർ ബഹുമാനിച്ചത്. അതുകൊണ്ട് അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. മഹാവിഷ്ണു ഉടൻ തന്നെ ഒരു വൈദ്യന്റെ വേഷത്തിൽ ഭൂമിയിൽ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം പറഞ്ഞു, അല്ലയോ രാജ, ആ പാവം ഹംസങ്ങളുടെ ജീവൻ അപഹരിക്കേണ്ടതില്ല. എന്റെ പക്കൽ ഒരു ദിവ്യ ഔഷധമുണ്ട്. ആ ഔഷധം പുരട്ടി അങ്ങയുടെ തലവേദന മാറിയാൽ മാത്രം അങ്ങ് ഹംസങ്ങളെ മോചിപ്പിച്ചാൽ മതി. അങ്ങനെ രാജാവ് അതിന് സമ്മതം മൂളി. തുടർന്ന് ഭഗവാൻ നാരായണൻ തന്റെ കൈകൾ കൊണ്ട് രാജാവിന്റെ നെറ്റിയിൽ മരുന്ന് പുരട്ടി. നിമിഷങ്ങൾക്കകം രാജാവിന്റെ വേദന പൂർണ്ണമായി മാറി. സന്തോഷവാനായ രാജാവ് ഹംസങ്ങളെ ബഹുമാനപൂർവ്വം മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. പിന്നീട് ആ രാജാവ് ആ അത്ഭുത വൈദ്യനെ അന്വേഷിച്ചുവെങ്കിലും അദ്ദേഹം അപ്പോഴേക്കും അപ്രത്യക്ഷനായിരുന്നു. ആ വൈദ്യൻ മറ്റാരുമല്ല, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയായിരുന്നുവെന്ന് ഹംസങ്ങൾ പിന്നീട് എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. രാധേ രാധേ.